കാവടി നിർമ്മാണത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൊടകരയിൽ ക്ഷേത്രോത്സവങ്ങൾക്ക് നിറച്ചാർത്ത് പകരാനായി കാവടിക്കൂട്ടങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നു. ഓരോ വർഷവും വർണ്ണവൈവിധ്യവും പുതുമയും പ്രകടമാക്കുന്ന കാവടികളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കൊടകരയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി കാവടി നിർമ്മാണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. കൊടകര സ്വദേശി രാജൻ വർഷങ്ങളായി കാവടി നിർമ്മാണ രംഗത്ത് സജീവമാണ്. ചിങ്ങമാസം കഴിയുന്നതോടെ കുടുംബസമേതം പഴനിയിൽ പോയി മുരുകനെ വണങ്ങി വന്ന ശേഷമാണ് രാജനും കുടുംബവും കാവടി നിർമ്മാണം ആരംഭിക്കുന്നത്. പീലിക്കാവടികളാണ് ആദ്യം നിർമ്മിക്കുക. ഇതിനാവശ്യമായ മയിൽപീലിയും വർണ്ണനൂലുകളും അനുബന്ധ സാമഗ്രികളും കോയമ്പത്തൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഒരു പീലിക്കാവടിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ 3 ആഴ്ചയിലേറെ വേണ്ടിവരും. 70,000 രൂപയോളമാണ് നിർമ്മാണ ചെലവ്. പൂക്കാവടി നിർമ്മാണത്തിന് ഇതിന്റെ പകുതി മാത്രമേ ചെലവ് വരൂ. ജില്ലയിലെ ഷഷ്ഠി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പാവറട്ടി മുല്ലശ്ശേരിയിലെ പറമ്പൻതളി ക്ഷേത്രത്തിലെ ആഘോഷത്തിനാണ് രാജൻ നിർമ്മിക്കുന്ന കാവടികൾ ആദ്യമായി ചുവടുവെക്കുന്നത്. പിന്നീട് കൊടകര ഷഷ്ഠിക്കും വിവിധ ജില്ലകളിലെ ക്ഷേത്രോത്സവങ്ങൾക്കും കൊടകരയിൽ നിന്ന് കാവടികൾ പോകും. കാവടികൾക്കൊപ്പം ആട്ടക്കാരെയും രാജൻ തന്നെയാണ് ഏർപ്പാട് ചെയ്തു കൊടുക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലെ നിരവധി സിനിമകളുടെ ചിത്രീകരണത്തിന് രാജന്റെ കാവടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈയിടെ പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാന്റെ ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയും മൂന്നാറിലെത്തി രാജന്റെ കാവടികൾ ചുവടുവെച്ചു. ചെന്നൈയിൽ നടന്ന ഇന്ത്യൻ സിനിമയുടെ 100ാം വർഷ ആഘോഷത്തിലും രാജന്റെ കാവടി സംഘം പങ്കാളികളായി. മുംബൈ പോലുള്ള വടക്കേ ഇന്ത്യൻ നഗരങ്ങളിൽ നടന്ന വിവിധ ആഘോഷ ചടങ്ങുകളിലും രാജന്റെ കാവടികൾ ആടിത്തിമിർത്തിട്ടുണ്ട്. ഒരു വർഷം 50ഓളം കാവടികളാണ് രാജന്റെ പണിശാലയിൽ ഉണ്ടാക്കുന്നത്. 17 അടി വരെ ഉയരമുള്ള ബഹുനില കാവടികൾ രാജൻ നേരത്തെ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഈയിടെ നിലവിൽ വന്ന കേരള കാവടി അസോസിയേഷന്റെ നിർദ്ദേശങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി ഇപ്പോൾ പീലിക്കാവടികളുടെ ഉയരം 13 അടിയിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഉയരം കുറഞ്ഞ പീലിക്കാവടികളും പൂക്കാവടികളുമാണ് അന്യ ജില്ലകളിലുള്ളവർക്ക് പ്രിയമെന്ന് രാജൻ പറയുന്നു. ഓരോ വർഷവും പുതുമയുള്ള കാവടികളാണ് രാജൻ നിർമ്മിക്കാറുള്ളത്. മയിൽപീലിക്കും വെള്ളി അലുക്കുകൾക്കും പുറമെ ചെറിയ കണ്ണാടി ചില്ലുകളും തിളങ്ങുന്ന സ്റ്റിക്കറുകളും പതിച്ചാണ് രാജൻ ഈ വർഷം പീലിക്കാവടികൾ ഒരുക്കുന്നത്. രാജന്റെയും കൂട്ടുകാരുടെയും കരവിരുതിലൂടെ കൊടകരയുടെ കാവടി പെരുമ അന്യനാടുകളിലും നിറയുകയാണ്. TCV ന്യൂസ്, കൊടകര.